ഹലോ മൈ ഡിയേഴ്സ്. അപ്പോൾ ഫേസ് വാഷിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. ഫേസ് വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനാണ്. നമ്മുടെ ഫേസിൽ ഏത് ഫേസ് വാഷ് യൂസ് ചെയ്യണം എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനാണ്. ആ കൺഫ്യൂഷൻ ഭയങ്കര കറക്റ്റാണ്. കാര്യം എല്ലാവർക്കും വേറെ വേറെ ഫേസ് വാഷ് തന്നെയാണ്. ഒരേ ഫേസ് വാഷ് ആർക്കുമല്ല, വേറെയാണ്. അവരവരുടെ ചർമ്മത്തിന് ചേർന്ന ഫേസ് വാഷുകൾ തന്നെ ഉപയോഗിക്കണം എന്നുള്ളതാണ് കാര്യം. പരസ്യത്തിലൊക്കെ കണ്ടും ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടും ഉള്ള അറിവ് വെച്ച് ഓടിച്ചെന്ന് കാണുന്ന ഫേസ് വാഷ് വാങ്ങി ഉപയോഗിക്കരുത്. വിപരീത ഫലം ഉണ്ടാകും, ഉറപ്പാണ്. അപ്പോൾ ഈ ഫേസ് വാഷ് തന്നെ ഉപയോഗിച്ച് മുഖം കഴുകണമെന്ന് എന്താ ഇത്ര നിർബന്ധം? സോപ്പ് ഉപയോഗിച്ച് മുഖം കഴുകിടെ? സോപ്പ് ഉപയോഗിച്ച് മുഖം കഴുകാം, പക്ഷെ നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അപ്പോൾ ചുളിവൊക്കെ വീണ്, വേഗം തന്നെ ചുളിവൊക്കെ വീണ്, പിന്നെന്താ പറയുക, ഇവിടെയൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു പാടുപോലെയൊക്കെ വന്ന്. അപ്പോൾ സോപ്പ് അത്ര പെർഫെക്റ്റ് അല്ല. അപ്പം നമ്മുടെ അത്രയും നേർത്ത സ്കിന്നാണ് മുഖം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഫേസ് വാഷുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ചേർന്ന ഫേസ് വാഷുകളാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കത് അത്രയും ഭയങ്കര കംഫർട്ടായിരിക്കും. അതായിരിക്കും. അതുപോലെ തന്നെ ഓരോ സ്കിന്നിനും ഓരോ ഫേസ് വാഷ് വിപണിയിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഓയിലി സ്കിന്നുണ്ട്, ഡ്രൈ സ്കിന്നുണ്ട്, മുഖക്കുരുള്ള സ്കിന്നുണ്ട്, കറുത്ത പാടുകളുള്ള സ്കിന്നുണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക, ഇത്തിരി ഏജ് ആയവരുടെ സ്കിന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഓരോ ഫേസ് വാഷ് നമുക്ക് മേടിക്കാൻ കിട്ടും, അവൈലബിൾ ആണ്. അതില് ഫസ്റ്റ് ആണെങ്കിൽ നോർമൽ സ്കിന്നുള്ളവർക്കാണെങ്കിൽ നമുക്ക് തെരഞ്ഞു പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡ്രൈ സ്കിൻ ആണോ, ഓയിലി ആണോ, മുഖക്കുരുവിനുള്ള ഒന്നും നോക്കേണ്ട കാര്യമില്ല. നോർമൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫേസ് വാഷ് നമുക്ക് വാങ്ങി ഉപയോഗിക്കാം. പിന്നെ നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖക്കുരു ഉള്ളവർക്ക് ഏത് ഫേസ് വാഷ് ഉപയോഗിക്കണം എന്നുള്ളത് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ്. അങ്ങനെയുള്ളവർക്ക് ശരിക്കും ബെൻസൈൽ പെറോക്സൈഡും സാലിസിലിക് ആസിഡ് അടങ്ങിയ ഫേസ് വാഷ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ അതിനൊരു പ്രത്യേകതയുള്ളത്, ഓരോരുത്തരുടെയും മുഖക്കുരുവിന്റെ തീവ്രത, ചിലവർക്ക് ഭയങ്കര മുഖക്കുരുവായിരിക്കും, ചിലവർക്ക് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പിന്നെ ചിലർക്കാണെങ്കിൽ മുഖക്കുരുവായിട്ടായിരിക്കില്ല, ഈ ചെറിയ കുഞ്ഞു കുരു പോലെ ആ ഒരു അവസ്ഥയിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ സാലിസിലിക് ആസിഡും ബെൻസൈൽ പെറോക്സൈഡും അടങ്ങിയ ഫേസ് വാഷ് ഉപയോഗിക്കണമെങ്കിൽ ജസ്റ്റ് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് തന്നെ ആയിരിക്കണം. അവർക്കാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ തീവ്രത അനുസരിച്ച് അതിനുള്ള നിങ്ങളുടെ ഫേസിന് ഏതാണോ കറക്റ്റ് ആയിട്ട് ചേരുന്നത് നോക്കി ആ ഫേസ് വാഷ് തന്നെ എഴുതും. അത് തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. അത് ബെറ്റർ ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത് വെച്ചാൽ, ഒത്തിരി വിയർക്കുന്നവരുണ്ടാവും അല്ലെ, നന്നായി എപ്പോഴും ഇങ്ങനെ നനവ് അനുഭവപ്പെടുന്ന വിയർക്കുന്ന ചർമ്മമുള്ളവരുണ്ടാവും. വിയർക്കുന്ന ചർമ്മമുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ പോലെയുള്ള ഫേസ് വാഷ്, അതുപോലെ തന്നെ ജെൽ രൂപത്തിലുള്ളത്, അങ്ങനെയൊക്കെയുള്ള ഫേസ് വാഷാണ് അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പൊ അവർക്ക് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കൺഫ്യൂഷന്റെ ആവശ്യം വരുന്നില്ല. ഇനി അടുത്ത വേറൊരു വലിയ കൊനിഷ്ടാണ് കറുത്ത പാടുകളുള്ളവരുടെ കാര്യം അല്ലെ. കറുത്ത പാട് പോകാനായിട്ട് എന്താ ചെയ്യേണ്ടത് ചോദിച്ചു വരുന്ന ധാരാളം ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ശരിക്കും വൈറ്റമിൻ സി അടങ്ങിയ ഫേസ് വാഷ്, അതുപോലെ തന്നെ നിയാസിനമൈഡ് അടങ്ങിയ ഫേസ് വാഷ്, അങ്ങനെയുള്ള ഫേസ് വാഷുകളാണ് ശരിക്കും ഈ കറുത്ത പാടുള്ളവർക്ക്. പക്ഷെ അതും ഈ പറഞ്ഞ പോലെയാണ്, ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഉപയോഗിക്കാം, അങ്ങനെയല്ല. എന്നാലും അതാകുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര 100% ഷുവറാണ്. പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത് ഓയിലി സ്കിന്നും ഡ്രൈ സ്കിന്നുമാണ്. ഇതിന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇവർക്ക് സെപ്പറേറ്റ് ഉണ്ട്. ഓയിലി സ്കിൻ എന്ന് സെപ്പറേറ്റ് എഴുതിയിട്ടുള്ള ഫേസ് വാഷ് ഉണ്ടാവും. ഡ്രൈ സ്കിന്നിന് അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ എന്ന് എഴുതിയിട്ടുള്ള ഫേസ് വാഷ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഫേസ് വാഷ് തിരഞ്ഞെടുത്ത് നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ ഏതൊക്കെയാണെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ ചർമ്മമാണ്, ചിലപ്പോൾ പറഞ്ഞാൽ കേട്ടില്ല എന്നൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെന്നോ എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്നോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. പക്ഷെ എന്നാലും ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് കാര്യങ്ങൾ, ഉപയോഗിക്കാൻ പറ്റുന്ന ഫേസ് വാഷുകൾ ഈ വിധത്തിലൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ വിശദമായിട്ട് പറഞ്ഞത്. ഓക്കെ, ശരി.